ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് മൂന്നാഞ്ച് ദിവസം കഴിഞ്ഞില്ലേ. അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ ഇടണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷേങ്കിൽ എന്ന് പറയണ്ടേ മടി തന്നെ ഭയങ്കര അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷം. അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് അന്നേരം ലൈവ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടാ. അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ഒരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ ഒന്ന് ഇട്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി എന്ത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ വിലയേറിയ കമൻറ്റ് എന്തായാലും ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം എന്നു വെച്ചാൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലും പോയിന്. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം കുറച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി മറന്നുപോയതാണ്. കാരണം വീഡിയോ ഞാൻ കുറച്ച് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ടോ എങ്ങനെ ഉണ്ടെന്നെല്ലാം പറയട്ടെ. എൻ്റെ ഡ്രസ്സും ഒക്കെ ഡ്രസ്സിൽ എങ്ങനെ ഉണ്ടെന്നെല്ലാം പറയണേ. അപ്പോൾ ഷോർട്സ് ഒക്കെ ഇപ്പോൾ എല്ലാവരും അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം. ഓക്കെ. അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ വന്നിട്ടോ മക്കളെല്ലാം പള്ളിയിൽ പോയതിന് ശേഷം പിന്നെ രാവിലെ എണീച്ചാൽ നിന്നാൽ മോളെല്ലാം ഞാൻ രാവിലെ ആദ്യം മുന്നേ എണീച്ചിന് കേട്ടോ. എൻ്റെ ഫുഡെല്ലാം ഉണ്ടാകുന്ന തിരക്കിലാണ്. പാർട്ട് ടൈമിലാണ് മോൾ എണീച്ചിന്. മൈലാഞ്ചി തലേത്ത ദിവസം വെച്ചിട്ട് അതിലെല്ലാം ഒന്ന് പൊറിച്ച് കളയുന്നു കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാണല്ലോ രാവിലത്തെ പരിപാടി. ഫുൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും മൊത്തം ഒന്ന് മൈലാഞ്ചി ആയിരുന്നു ഉണങ്ങിയത്. എൻ്റെതും മുളകും എല്ലാം പറഞ്ഞു വീണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ മന്തിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും ഞാൻ നാസ്തി ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നാസ്തി ഉണ്ടാക്കിയില്ല. കാരണം എല്ലാം കൂടിയിട്ടാകുമ്പോൾ എല്ലാം അവിടെ വേസ്റ്റാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ മന്തി ഉണ്ടാക്കിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവർ പള്ളിയിൽ പോയ ശേഷം പിന്നെ ഞങ്ങളെ പള്ളിയിൽ പോയി വന്ന് മോനെയും കൂട്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവരെല്ലാം വന്നു പോയി. ഇടയ്ക്കിടയ്ക്ക് ഒരാളാലും വരുന്നുണ്ട് കേട്ടോ. കുറേയൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. എല്ലാവരും ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ അവരെ പള്ളിയെല്ലാം പോയി വന്ന് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുളി നിസ്കാരം കഴിഞ്ഞു. പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് രാവിലെ തന്നെ വേഗം തന്നെ ഞാൻ എല്ലായിടത്തും പോയിട്ടാണ് കേട്ടോ വന്നത്, ചങ്ങായിമാർപ്പുറം. അപ്പോൾ ഓന് എല്ലായിടത്തും പോയി വന്നതിന് ശേഷം ഞാനിതാ ഫുഡ് വിളമ്പിയിട്ട് കൊടുക്കുകയെന്ന് കേട്ടോ. അപ്പോൾ അമ്മാൻ്റെ മോനെല്ലാം ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഞാൻ 7-Up പിന്നെ ഫ്രൂട്ട് സാലഡാണ് കേട്ടോ ഉണ്ടാക്കിയതിന്. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഫുഡ് കൊടുക്കലാന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മൻ്റെ മോനും എൻ്റെ മക്കളും എല്ലാവരും ഫുഡ് കഴിച്ച്. അപ്പോൾ എനിക്ക് അന്നേരം വിശന്നിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെയാണ് കേട്ടോ കഴിച്ചത് എല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. മന്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ പെരുന്നാൾ നിങ്ങളെല്ലാം എവിടെയാണ് പോയിന്, എങ്ങനെയല്ല അടിച്ചൊളിച്ചോ എന്താണെന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പെരുന്നാൾ കുറച്ച് വൈകിയാണ് കേട്ടോ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിന്ന് കുറച്ച് ഫുൾ സാലഡും ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പോയിന്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് അവിടെ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എടുക്കണം വിചാരിച്ചില്ല, പിന്നെ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ നേരെ താഴെയാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്. അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പോകുമ്പോൾ ഉപ്പ ഉണ്ടായില്ല, ഉപ്പ പള്ളിയിൽ പോയിന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളവിടെ എത്തി. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഉപ്പ പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്.
അപ്പോൾ ഇവിടെ മക്കാമിൽ അടിയിടെല്ലാം പോയിട്ട് അങ്ങനെ വന്നിട്ട് വന്നിന്. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തറവാട്ടിലെത്തി. അവിടെ നിന്ന് ജ്യൂസ് വന്നിട്ട് കുടിച്ച് വാട്ടർ മെലോൺ ജ്യൂസ് കുടിച്ചു. അങ്ങനെ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ക്ലിയർ കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത മുഖങ്ങൾ അതിൻ്റെ അകത്ത് ഉള്ളുകൊണ്ടാന്ന് കേട്ടോ ഉൾപ്പെടുത്താൻ പാടിൽ ഇരുന്നിട്ടുണ്ട്. അവർ അങ്ങനെ വരികയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് ക്ലിയർ കൊടുക്കാൻ കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ തറവാട്. ഞാൻ കളിച്ച് വളർന്ന എൻ്റെ ആ ഒരു പഴയ തറവാട്, വർഷങ്ങളോളം പഴക്കമുള്ള തറവാടാണ്. അപ്പോൾ അങ്ങനെ അവിടെ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തി. ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതല്ലാതെ പെങ്ങളോട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞ്. അങ്ങനെതാ നമ്മൾ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെ നമ്മൾ പെരുന്നാളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് നമ്മളങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തി ഗൈസ്. വീഡിയോ ഇഷ്ടമായിനോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ചെറിയ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ചെറിയ വീഡിയോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ നല്ല വീഡിയോ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരും. റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടണം എന്ന് വിചാരിക്കും. മടി കൊണ്ടാന്നിട്ടാൽ കൂടുതലായിട്ട് ഇടാത്ത. പിന്നെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഒരുങ്ങി വരുമ്പോഴത്തേക്ക് ടൈം അങ്ങ് പോകും. പിന്നെ നാളെ നീളെ എന്നിട്ട് അങ്ങനെ നിൽക്കുന്ന ഒന്നുണ്ടാകട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായത് നിങ്ങളെ പെരുന്നാൾ, എവിടെയൊക്കെ പോയി എന്നെല്ലാം അടിച്ചു പൊളിച്ചോ എന്നെല്ലാം പറയണം. നമ്മളിങ്ങനെയാണ് കേട്ടോ, നമ്മുടെ ഫാമിലിയിലും എല്ലായിടത്തും പോകും. പക്ഷെ പുറത്തങ്ങനെ ഞാനും അങ്ങനെ എവിടെയും പോകില്ല. എൻ്റെ എല്ലാവരും പോകുന്നവരുണ്ട് കേട്ടോ, പക്ഷെ ഞാനങ്ങനെ എവിടെയും ഇങ്ങനെ പോകലില്ല. പെരുന്നാളിന് ഭയങ്കര തിക്കും തിരക്കെല്ലാം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ ബൈ. വീഡിയോയിൽ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടില്ലേ കമൻറ്റിൽ ഇട്ടിട്ടില്ലേ. അപ്പോൾ എൻ്റെ ഷോർട്സും കാര്യങ്ങളും എല്ലാം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞു പോയതിന് എല്ലാവർക്കും ഈദ് മുബാറക് ആൻഡ് thank you so much for supporting. Bye. Assalamu alaikum. Thank you. Bye bye.